അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹിം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബിൽ മുബാറക്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി റബ്ബുൽ അർളീന വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ഖൈരിൻ വശറൈനാ ഫീഹി ബിതൗഫീഖിക വതയ്സീരിക ഫതമ്മിംഹു ലനാ ബിഅഹ്സനിൽ വുജൂഹി കുല്ലിഹാ വഅസ്വബിഹാ വഅസ്വാഹാ ഫഇന്നക അലാ മാ തശാഉ ഖദീർ വബിൽ ഇജാബത്തി ജദീർ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ശർരിൻ വതുഹദ്ദിറുനാ മിൻഹു ഫസ്രിഫ്ഹു അന്നാ യാ ഹയ്യു യാ ഖയ്യൂം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. യാ റബ്ബൽ ആലമീൻ വയാ അർഹമർ റഹീമീൻ. അപ്പോൾ വാതുക്കനു മുഖ്തസരിൻ അൽ മുഹററു ലിൽ ഇമാമി അബുൽ ഖാസിമി ഇമാമുദ്ദീനി അബ്ദുൽ കരീമി അർ-റാഫിഈ റഹിമഹുല്ലാഹ് മൻസൂബൻ ഇലാ റാഫിഈ ബിൻ ഖദീജിൻ അസ്-സഹാബിയ്യി കമാ വുജിദ ബി ഖത്തിഹി ഫീമാ ഹുകിയ റഹിമഹുല്ലാഹ്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇമാം റാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുഹററാണ് ശാഫിഈ മദ്ഹബിലെ അത്കന മുഖ്തസർ, ചെറിയ കിതാബ്, ലഫ്ലുകളെ കുറഞ്ഞ ചെറിയ കിതാബ്. അതിൽ ഹുക്കുമുകളൊക്കെ തഹ്കീക്കാക്കാൻ വേണ്ടി പറ്റിയ ഉറപ്പായ അത്തുക്കന് ഇഹ്കാം ഉറപ്പുള്ളത്. ധാരാളം മുഖ്തസറുകൾ, ധാരാളം മബ്സൂത്തത്തായ കിതാബുകൾ ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഷാഫി മദ്ഹബിലുണ്ട്. എന്നാൽ അതിൽ ഒരു അത്തുക്കന് മുഖ്തസർ, അത് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുഹററാണ് എന്ന് നമ്മൾ പറഞ്ഞു. തഹ്കീക്കുകളുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് തഹ്കീക്കാത്തിന്റെ മഅന? തഹ്കീക്കാത്തിന്റെ മഅന ദലീലുകൾ കൊണ്ട് ഉറപ്പിച്ച മസ്അലകളുള്ളത്. തഹ്കീക്കാത്തിന്റെ മഅനേതാണ് അങ്ങനെ ദലീലുകൾ കൊണ്ട് ഉറപ്പിക്കപ്പെട്ട മസ്അലകള്. അസ്ലു തഹ്കീക്കി ഇസ്ബാത്തുൽ മസായിലി ബിൽ അദില്ലത്തി. ദലീലുകൾ കൊണ്ട് മസ്അലകളെ ഉറപ്പിക്കുക, അതിനാണ് തഹ്കീക്ക് എന്ന് പറയാം. അപ്പം മുഹററിലുള്ള മസ്അലകളൊക്കെ ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ദലീല് പറഞ്ഞിട്ട് ഉറപ്പിച്ച മസ്അലകളാണ് മുഹററിലുള്ളത്. തഹ്കീക്കാത്തുള്ള ആ ഏതിന്റെ സിഫത്താണ്? മുഖ്തസറിന്റെ സിഫത്താണ്. വാതുക്കന് മുഖ്തസരിൻ അൽ മുഹററു. ആ മുഖ്തസറിന്റെ സിഫത്താണ് തഹ്കീക്കാത്തി അൽ കസീറത്തി. ധാരാളം തഹ്കീക്കാത്തുകളുള്ള കിതാബാണ് മുഹറർ. ഏതിലുള്ള തഹ്കീക്കാത്തുകൾ? കസറത്ത് ഇൽമിൽ, ധാരാളം ഇൽമിന്റെ വിഷയത്തിൽ ധാരാളം തഹ്കീക്കാത്തോട് കൂടിയുള്ള മസ്അലകളുള്ള കിതാബാണ് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുഹറർ. അതുപോലെ വത്തദ്ഖീഖാത്തിൽ ഗസീറത്തി, അത് ഇമാം മഹല്ലി തങ്ങൾ
ഇമാം മഹല്ലി തങ്ങളുടെ സിഫത്ത് കൂട്ടിക്കൊടുത്തതാണ്. ഇത് തെഹ്കീക്കാത്തുള്ളത് എന്ന് ഇമാം നവവി തങ്ങള് മുഹററിനെ വിശേഷിപ്പിച്ചു. അപ്പൊ ഇമാം മഹല്ലി തങ്ങള് ഒന്നുകൂടി വിശേഷിപ്പിച്ച് അത് തദ്കീക്കാത്ത് ഉണ്ട്. തദ്കീക്കാത്തിന്റെ മയന എന്താ? വത്തദ്കീഖു ഇസ്ബാത്തു തിൽക്കൽ അദില്ലത്തി ബി അദില്ലത്തിൻ നുഖ്റാ. കണ്ട, തെഹ്കീക്കാത്തും തദ്കീക്കാത്തും തമ്മിലുള്ള വ്യത്യാസം തിരിഞ്ഞ. തെഹ്കീക്കാത്ത് എന്ന് പറഞ്ഞാല് ദലീലുകൾ കൊണ്ട് മസ്അലകളെ ഉറപ്പിക്കുക. തദ്കീക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉപയോഗിച്ച ആ ദലീലുകളെ മറ്റു ദലീലുകളെ കൊണ്ട് പിന്നെ ഉറപ്പിക്കുക. അത് മുഹറർ മുത്താല ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. മുഹററിന്റെ സ്വഭാവമാണത്. ഓരോ മസ്അലകൾക്കും ദലീലുകളും മുപ്ര പറഞ്ഞിട്ടുണ്ടാവും. ചില സ്ഥലത്ത് ആ ദലീലിന് വേറെയും ദലീല് പറഞ്ഞിട്ടുണ്ടാവും. കസീറത്തി ഫിൽ ഇൽമി വത്തദ്കീഖാത്തിൽ ഗസീറത്ത്. ഗസീറത്ത് കസീറത്ത് ഒരേ മയനക്കുള്ളതാണ്. പിന്നെ ഫിദ്ദീനി ഇനി മിൻ കറാമാത്തിഹി മാഹുക്കിയ അന്ന ഷജറത്തൻ അളാഅത്ത് അലൈഹി ലമ്മ ഫഖദ വഖത തസ്നീഫി മാ യുസ്രിജുഹു അലൈഹി. കണ്ടാ, ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഒരു കറാമത്ത് പറയുകയാണ്. എന്തിനാണ് ഇത് കറാമത്തൊക്കെ പറയുന്നത്? ആ കിതാബിന്റെ ഇത് വലിയൊരു വിഷയമാണിത്. നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം ഷാഫി മദ്ഹബിലെ ഒരു ഉംദയാണ് ഈ കിതാബ്. ഇമാം നവവി തങ്ങളുടെ മിൻഹാജ് അത്രയും ഷാഫി മദ്ഹബിലെ ഒരു ഗൗരവമേറിയ ഒരു സാധനമാണിത്. നമ്മളൊക്കെ ഈ മിൻഹാജിനെ ആശ്രയിക്കുന്നത് ഷാഫി മദ്ഹബിലെ ദലീലുകൾക്ക്. ഷാഫി മദ്ഹബിലെ ഒരു മസ്അലന്റെ തഹ്കീക്കാത്തിന് വേണ്ടി നമ്മൾ മിൻഹാജിന്റെ ശുറൂഹാത്തുകളും ഒക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പൊ ആ കിതാബിന് ആ നിലക്കുള്ള ഒരു ബഹുമാനം അത് പറഞ്ഞ് അതിന് ധാരാളം തഹ്കീക്കാത്തും തദ്കീക്കാത്തും ഉള്ളതാണ് മുഹറർ. അപ്പൊ അങ്ങനെയുള്ളൊരു കിതാബാകണം. എന്നാലേ അത് നമുക്ക് ഒരു ഉംദയായിട്ട് നമ്മുടെ ഒരു അവലംബമായിട്ട് ഒരു റെഫറൻസിനുള്ള കിതാബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പൊ ആ കിതാബിന് ആ നിലക്കുള്ള ഒരു ബഹുമാനം വേണം. അത് ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്. ആ കിതാബിന് തദ്കീക്കാത്ത് മുപ്രവ കൂട്ടിക്കൊടുത്ത് ദലീലുകളെ കൊണ്ട് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സ്ഥാപിക്കുന്നു, ഉറപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഒരു കറാമത്തും പറയുക. കിതാബിന്റെ കറാമത്ത് പറഞ്ഞ് അങ്ങനത്താണ് കിതാബ്. ഇനി ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളൊരു കറാമത്ത് കേൾക്കണ്ടേ? ഒമിൻ കറാമാത്തിഹി. ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമാത്തിൽപ്പെട്ടതാണ് മാഹുക്കിയ റിവായത്ത് ചെയ്യപ്പെട്ടത്. പലരും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നുൻ നഖീബ് റഹിമഹുല്ലാഹു തആല അൻഹു തങ്ങളെപ്പോലുള്ള മഹാന്മാര് ഈ വിഷയം പറയുന്നുണ്ട്. എന്താണ് കറാമത്ത്? മാഹുക്കിയ അന്ന ഷജറത്തിന് ഒരു മരം, അത് ഇനബ് ഒരു മുന്തിരിവള്ളിയാണെന്ന് പറയുന്നുണ്ട്. അളാഅത്ത് അലൈഹി, അദ്ദേഹത്തിന് പ്രകാശിച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രകാശിച്ച് ലമ്മ ഫഖദ, അദ്ദേഹം ഇല്ലാതാക്കിയപ്പോൾ വഖത തസ്നീഫി, ഈ കിതാബ് എഴുതുന്ന സമയത്ത് ഒന്നിനെ ഇല്ലാണ്ടാക്കി യുസ്രിജുഹു അലൈഹി, അതിന് അദ്ദേഹം കത്തിക്കും. കത്തിക്കാനുള്ള വിളക്ക് കെട്ടുപോയി ചുരുക്കം. കിതാബ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പം വിളക്ക് കെട്ടുപോയി. അതാണ് മാ യുസ്രിജുഹു അലൈഹിന്റെ മയന. വിളക്കും കത്തിച്ചിട്ട് ഇങ്ങനെ കിതാബ് എഴുതുകയാണ്. അങ്ങനെ ആ വിളക്കും കത്തിച്ചിട്ട് കിതാബ് എഴുതുമ്പോ വിളക്ക് കെട്ടുപോയി. കെട്ടുപോയപ്പോ അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിനി ഒരു മുന്തിരിവള്ളി. ആ മുന്തിരിവള്ളി സ്വയം പ്രകാശിച്ചു. അപ്രകാശത്തിൽ അദ്ദേഹം പിന്നെയും കിതാബ് എഴുതിയിരുന്നു. ആലോചിച്ചു നോക്ക് മക്കളെ, നമ്മുടെ മുന്നിലുള്ള
ഈ കിതാബിന്റെ ഫളീലത്ത് മക്കളെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ കണ്ടാ, ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഫളീലാണത്. അങ്ങനെയുള്ള ഒരു മഹാനാണ് ഈ കിതാബ് എഴുതിയത്. അപ്പൊ ഈ കിതാബ് എഴുതുന്ന സമയത്ത് മുഹററിനെ ഇഖ്തിസാർ ചെയ്തിട്ട് അതിൽ പലതും കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അതിനെ കോലത്തിലാക്കിയ ഒരു സാധനമാണ് മിൻഹാജ് എന്നാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത്. ആ മിൻഹാജാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ഇതിന്റെ അസ്ലി കിതാബാണ് മുഹറർ. ആ മുഹറർ ഇമാം റാഫി തങ്ങളുടേതാണ്. ആ റാഫി തങ്ങളുടെ കറാമത്താണ് ഈ പറയുന്നത്. ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇതിന്റെ അസ്ലി കിതാബായ മുഹറർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്ക് കെട്ടുപോയി. വിളക്ക് കെട്ടുപോയപ്പോ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു മുന്തിരി വള്ളി സ്വയം പ്രകാശിച്ച് ആ പ്രകാശത്തിൽ അദ്ദേഹം എഴുതി പൂർത്തിയാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത്ര വലിയ മഹാനാണ് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അന്നലക്ക് എഴുതിയ ഒരു കിതാബാണ് മക്കളെ നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ആ കിതാബ് ഏത് നിലക്ക്, ഇതിന്റെ അസ്ലി കിതാബ് മുഹറർ, ആ മുഹററിന്റെ അവസ്ഥയാണ് അപ്പറഞ്ഞത്. അപ്പൊ നമ്മള് ആ നിലയ്ക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആ കിതാബ് ഓതുകയും വേണം. ഇതിനൊന്നും ഗൗരവം കുറച്ച് കളയില്ല മക്കളെ. അതിനുവേണ്ടിയാണ് ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഈ കറാമത്ത് നമുക്ക് പറഞ്ഞു തന്നത്. എന്നിട്ട് ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞേട്ടാ, ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞങ്ങ് നോക്കിയാടാ. നിങ്ങളെ കയ്യിൽ കിതാബില്ലേ മഹല്ലി പണേ, അവിടെ ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞേട്ടാ, അന്ന ഷജറത്തൻ കീല ഇന്നഹ മിനൽ ഇനബി. ഇനബ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്തിരി വള്ളി. അപ്പൊ മുന്തിരി വള്ളിയാണ് ഈ മരം. എന്നിട്ട് പറയുകയാണ് അമീൻ കറാമത്ത് നബവി, ഇമാം നവവി തങ്ങളുടെ കറാമത്തിൽപ്പെട്ടതാണ്. ഇമാം നവവി തങ്ങളാണ് ഈ മിൻഹാജ് എഴുതിയത്. ഈ മിൻഹാജ് മുഹററിൽ നിന്ന് മുഹററിനെ തഹ്ദീബ് ചെയ്തിട്ടുള്ളതാണ് മിൻഹാജ്. മിൻഹാജിന്റെ അസ്ലി കിതാബാണ് മുഹറർ. ആ മുഹററിന്റെ മുസന്നിഫാണ് ഇമാം റാഫി. ഇമാം റാഫി തങ്ങളുടെ കറാമത്താണ് ഇപ്പറഞ്ഞത്. എന്നിട്ടാണ് ഇമാം കല്യൂബി തങ്ങൾ പറയാണ് ഒമിൻ കറാമത്തിൻ നബവി, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്തിൽപ്പെട്ടതാണ് അന്നഹു അല്ലാഹ ലഹു ഇസ്ബുഉഹു ലമ്മ ഫഖദ ഫി വഖതി തസ്നീഫി മാ യുസ്രിജുഹു അലൈഹി. കണ്ട, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തങ്ങളെ കിതാബ് എഴുതുമ്പോ വിളക്ക് കെട്ടുപോയി. അപ്പൊ വിളക്ക് കെട്ടുപോയപ്പോ അദ്ദേഹത്തിന്റെ വിരല് പ്രകാശിച്ച്. ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ഇവിടെ പ്രകാശിച്ചത് എന്താ? മുമ്പിലുണ്ടായിരുന്ന ഈത്തപ്പന്, ഈത്തപ്പനല്ല, മുന്തിരി വള്ളിയാണ് പ്രകാശിച്ചത്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് പ്രകാശിച്ചത് എന്താ? അദ്ദേഹത്തിന്റെ കൈന്റെ വിരലൊന്നും വെറുതെ പറയുന്നല്ല, അത്രത്തോളം നോക്ക്, അതിന്റെ അപ്പുറം നോക്ക്. കാല ബഅദുഹും വഹിയ സബ്ബാബത്തു യദിഹിൽ യുസ്റ, ഇടത്തെ കൈന്റെ ചൂണ്ടാണ് വിരല്. ആ പ്രകാശിച്ച വിരല് പോലും ഏതാണെന്ന് മക്കളെ പറയുന്നത്? വലത്തെ കൈ കൊണ്ടല്ലേ എഴുതുന്നേ, വലത്തെ കൈ കൊണ്ട് എഴുതുന്നത്. അപ്പൊ ആ വിരല് തന്നെ പ്രകാശിച്ചാല് ചിലപ്പോ അതിന്റെ നിഴലിൽ എഴുതാൻ കഴിയാണ്ട് പോകും. അതുകൊണ്ട് ഇമാം നബവി തങ്ങളുടെ ഇടത്തെ കൈന്റെ ചൂണ്ടാണി വിരല് പ്രകാശിച്ച്. ആ പ്രകാശത്തിലാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കിതാബ് എഴുതിയത്. അത് ഇമാം നവവി തങ്ങളുടെ കറാമത്ത്. ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്തോ? ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്ക് കെട്ടുപോയപ്പോ മുന്നിലുണ്ടായിരുന്ന മുന്തിരിവള്ളി പ്രകാശിച്ചു. ഏതായാലും ഇവരൊക്കെ മഹാന്മാരാണ്. അല്ലാഹു തആല സാധുക്കളായ നമുക്ക് ചെയ്ത തൗഫീഖാണ്. ഇങ്ങനെയുള്ള ഇക്കറാമത്തോടു കൂടിയുള്ള മഹാന്മാർ എഴുതിയ കിതാബിന്റെ മുന്നിലിരിക്കാനുള്ള തൗഫീഖ്
മക്കളെ, അല്ലാഹു തആല നമുക്ക് ചെയ്ത എത്ര വലിയ ഭാഗ്യമാണ്. ആ ഓർമ്മ നമുക്ക് വേണം. വഹാദിഹി അബ്ലഗു കറാമാത്തിൻ മിൻ ഇളാഅത്തി ഷജരി. അവിടെ മരം പ്രകാശിച്ചതിനേക്കാൾ വലിയ കറാമത്താണ് കൈ പ്രകാശിച്ചത്. കാരണം കൈ സ്വന്തം ശരീരത്തിൽ തന്നെ ഉള്ളതൊന്നല്ലേ. ഏതായാലും ഇമാം കൽയൂബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വലിയ മഹാനാണ്. മൂപ്പർക്ക് തോന്നി ഇതെന്താ റാഫി ഇമാമിന്റെ കറാമത്ത് മാത്രം പറഞ്ഞിട്ട് നബി ഇമാമിന്റെ കറാമത്തൊന്നും മഹല്ലി ഇമാം പറയാത്തത്. മഹല്ലി ഇമാം അങ്ങനെ നബി ഇമാമിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാതിരുന്നതൊന്നല്ല. റാഫി ഇമാമിന്റെ കറാമത്ത് റാഫി ഇമാമിന്റെ മഹത്വം ഇമാം നബവി പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹു കുറച്ച് മഹല്ലി ഇമാം അത് കൂട്ടിക്കൊടുത്തേ ഉള്ളൂ. കൽയൂബ് ഇമാമിന് തോന്നി അതെന്തായി ഇമാം മഹല്ലി തങ്ങള് റാഫി ഇമാമിന്റെ കറാമത്ത് പറഞ്ഞിട്ട് നബി ഇമാമിന്റെ കറാമത്ത് പറയാത്തത്. നബി ഇമാം അതിനേക്കാൾ വലിയ ആളല്ലേ. കാരണം നബി ഇമാം കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്ക് കെട്ടുപോയപ്പോ ഇടത്തെ കൈയിന്റെ ചൂണ്ടാണി വിരൽ പ്രകാശില്ലേ, അതൊന്നും പറയണ്ടേ. അങ്ങനെ നമ്മൾ ആരെയും ആക്ഷേപിക്കേണ്ട മക്കളെ. ഏതായാലും ഇവരൊക്കെ മഹാന്മാരാണ്. ഏതായാലും അതുകൂടി പറയണം. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഒരു കറാമത്ത് കൂടി. വഹാദിഹി അബ്ലഗു കറാമത്തിൻ മിൻ ഇളാഅത്തി ഷജർ ലിഅന്നഹു മിൻ ജിൻസി മാ യൂഖദ്. കാരണം ഈ മരം എന്നുള്ളത് സാധാരണ കത്തിക്കുന്ന സാധനമാണ്. അപ്പൊ സാധാരണ കത്തിക്കുന്ന സാധനം ഒരു കത്തിച്ചിട്ട് പ്രകാശിച്ചു എന്നതിനേക്കാൾ വലിയ കറാമത്ത് എന്താ? കത്തിക്കാത്ത സാധനം പ്രകാശിക്കലല്ലേ. കത്തിക്കാത്ത സാധനം മനുഷ്യന്റെ കൈവിരലുണ്ടാവും എപ്പെങ്കിലും കത്തിക്കല്. അതിനെങ്ങനെ എപ്പെങ്കിലും വെളിച്ചുണ്ടാവും? ഒരിക്കലും ഉണ്ടാവൂലല്ലോ. അതേസമയം മുന്തിരി വള്ളി എന്നുള്ളത് അതിന് തീ കൊടുത്തിട്ട് കത്തിച്ചാല് അപ്പം വെളിച്ചം കാണൂലേ. അപ്പൊ ഏതായാലും ഒരു മുന്തിരി വള്ളി പ്രകാശിക്കുന്നതിനേക്കാൾ വലിയ കറാമത്ത് സ്വന്തം കൈ തന്നെ പ്രകാശിച്ചിട്ട് അതിലെഴുതുക എന്നുള്ളതാണ്. അതാണ് ഇമാം കൽയൂബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത്. ഏതായാലും നമുക്ക് പറയാം രണ്ടാളും മഹാന്മാരാണ്. തീർച്ചയാണ് ആ മഹാന്മാരുടെ ബറക്കത്തോട് നന്നായിട്ട് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും റഹ്മുർ-റഹീമീനായ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്തുതാ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് നമുക്ക് ദുആരക്കാം. ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഖസ്വീൻ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വഫാത്താകുന്നത്. ഹിജ്റ 557 ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജനിക്കുന്നത്. ഹിജ്റ 623 അദ്ദേഹം വഫാത്താകുന്നത്. 56 വയസ്സ്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തായിട്ട് 7 വർഷത്തിന് ശേഷമാണ് ജനിക്കുന്നത്. ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തായിട്ട് 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജനിക്കുന്നത്. ഹിജ്റ 631 ഇമാം നബവി തങ്ങൾ ജനിച്ചത്. ഹിജ്റ 676 ഇമാം നബവി തങ്ങൾ വഫാത്തായത്. വയസ്സ് 45. 11 വയസ്സ് കൂടുതലാണ് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക്. 56 വയസ്സുണ്ട്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് 45 വയസ്സും. മഹാന്മാരായ ഉലമാക്കള് പല മഹാന്മാരും അവിടെ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ 45 കൊല്ലം ജീവിച്ചത്. ഈ 45 കൊല്ലത്തിൽ അദ്ദേഹം കിതാബ് എഴുതാൻ തുടങ്ങിയത് എത്രാമത്തെ വയസ്സിലായിരിക്കും? എല്ലാം നോക്കിക്കോ, നീട്ടിപ്പറയണ്ട. ഈ 45 വയസ്സ് കൊല്ലം ജീവിച്ച് ആ ജീവിതത്തിനിടയിൽ ഇമാം നബവി തങ്ങൾ എഴുതിയ കിതാബുകൾ, ആ കിതാബുകൾ ഇന്ന് കിട്ടാനുണ്ട്. അതിൽ നിന്ന് വളരെ കുറഞ്ഞതേ കിതാബ് കിട്ടാനുള്ളൂ. ബാക്കിയൊക്കെ പല കാരണത്താലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇന്ന് നിലവിലുള്ള കിതാബ് തന്നെ ഉസ്താദുമാരൊക്കെ സബുക്കിൽ പറയും, മഹാന്മാരവിടെ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കിതാബുകളൊക്കെ അതിന്റെ പേജ് നമുക്കൊന്ന് എടുത്ത് മറച്ചു നോക്കാം. തലച്ചിയൊന്നും വേണ്ട. ഇമാം നബവി തങ്ങളുടെ കിതാബുകളിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള കിതാബിന്റെ ഒക്കെ പേജ് ഒന്ന് എടുത്ത് മറച്ചു നോക്കി. 100 കൊല്ലം ജീവിച്ചാലും നമുക്ക് ആ പേജ് മറച്ചു തീർക്കാൻ കഴിയില്ല.
45 കൊല്ലം ജീവിച്ച ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിനിടയിൽ അദ്ദേഹം എഴുതിയ കിതാബുകൾ, ആ കിതാബിന്റെ പേജ് മറിച്ച് തീർക്കാൻ 100 കൊല്ലം നമ്മൾ ജീവിച്ചാൽ കഴിയൂല. അല്ലാഹു തആല ഓരോരുത്തർക്ക് കൊടുക്കുന്ന ജീവിതത്തിന്റെ ബർക്കത്ത്, അവിടെ ആയുസിന്റെ ബർക്കത്ത്, വഖത്തിന്റെ സമയത്തിന്റെ ബർക്കത്ത് ഒക്കെ അല്ലാഹു തആല അവന്റെ തൗഫീഖ് കൊണ്ട്, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അല്ലാഹു തആല അവന്റെ റഹ്മത്ത്, അവന്റെ ഫദ്ല് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ട രൂപത്തിൽ കൊടുക്കും. അല്ലാഹു തആല കൊടുത്ത നിഅമത്തും ബർക്കത്തുമാണ്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അദ്ദേഹത്തിന്റെ ഹയാത്ത് കാലത്ത് എഴുതിയ കിതാബുകൾ ഒരു 100 കൊല്ലം ജീവിച്ചാൽ നമുക്ക് ഇന്ന് അതിന്റെ പേജൊന്ന് മറിച്ചു നോക്കി തീർക്കാൻ പോലും സാധിക്കൂല. അല്ലാഹു തആല കൊടുക്കുന്ന തൗഫീഖ് നമ്മളതിലൊക്കെ നമുക്ക് അല്ലാഹു തആല ചെയ്ത നിഅമത്താണ്. ഇമാം നവവി, ഇമാം റാഫി തുടങ്ങിയ ഈ മഹാന്മാർക്കെല്ലാം അല്ലാഹു തആല ഈ തൗഫീഖ് കൊടുത്ത് എനിക്കും നിങ്ങൾക്കും അത് അനുഭവിക്കാനാണ്. നമുക്കിന്നൊരു പണിയുമില്ല. അവര് എഴുതി വെച്ചത് എടുത്ത് നോക്കിയാൽ മതി. മറിച്ച് അവരൊക്കെ അതിനുവേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കൂല. ഈ ദീനിന് വേണ്ടി ഈ മഹാന്മാരായ ആളുകൾ അവരുടെ ഹയാത്ത് അവർ ചെലവഴിച്ചത്, അതിൻ്റെയൊക്കെ കണക്ക്, അതിൻ്റെ ത്യാഗം, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ പോലും സാധിക്കൂല. അല്ലാഹു തആല അതിനു വേണ്ടി, ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഇതിന്റെ ഹയാത്തിന് വേണ്ടി അല്ലാഹു തആല അങ്ങനെയുള്ള മഹാന്മാരെ പഠിച്ച് ആ മഹാന്മാരെ ഈ കിതാബുകളൊക്കെ എഴുതി തന്ന് അതിപ്പം നമ്മുടെ മുന്നിലെത്തി. നമ്മുടെ അവസ്ഥ ഞാനും നിങ്ങളും ആലോചിച്ചാൽ മതി. നമ്മൾ ഈ കിതാബുകൾക്കൊക്കെ കൊടുക്കുന്ന ബഹുമാനം, ഈ കിതാബുകളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയം, അതിനോട് നമ്മൾ കാണിക്കുന്ന താല്പര്യം, ഈ മഹാന്മാരായ ആളുകൾ ഈ കിതാബൊക്കെ എഴുതാൻ ജീവിതത്തിൽ സഹിച്ച ത്യാഗം, വിളക്ക് കെട്ടപ്പോ ഇവരെ പോയിട്ട് കടന്നുറങ്ങാന്നല്ല തീരുമാനിച്ചത്. അല്ലാഹു തആലയും തീരുമാനിച്ചത് അങ്ങനല്ല, ഇവരെ പോയിട്ട് കടന്നുറങ്ങിക്കോട്ടെ എന്നല്ല, മറിച്ച് ആ സമയത്ത് വേറെ വെളിച്ചം അല്ലാഹു തആല കൊടുത്തു. അല്ലാഹു തആല അവന്റെ ദീനിനെ ഹയാത്താക്കാൻ, നിലനിർത്താൻ ഉദ്ദേശിച്ചാൽ അതൊക്കെ ചെയ്യും. ഇപ്പം കാണുന്നില്ലേ അല്ലാഹു തആല നമുക്ക് ചെയ്ത നിയമത്ത്. ഈ പറയുന്ന കൊറോണ കുറെ കൊല്ലം മുമ്പ് വാട്സപ്പും ടെലിഗ്രാമും പിന്നെ യൂട്യൂബ് ഇതൊക്കെ വരുന്നതിന് മുമ്പാണ് കൊറോണ വന്നെങ്കിൽ നമ്മളെങ്ങനെ പഠിക്കുക? അല്ലാഹു തആല അവന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ. റഹ്മുർ-റഹീമീനായ റബ്ബേ, നിന്റെ ദീന് നീ നിലനിർത്തി ഈ മഹാന്മാരായ ആളുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ട്. ആമീൻ യാ റബ്ബൽ ആലമീൻ.